യഥാർത്ഥത്തിൽ ഈ കള്ളും ചാരായം കുടിച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്ന ഡ്രൈവർമാരെ ആട്ടി അകറ്റാൻ വേണ്ടിയാണ് KSRTC ബ്രത്ത് അനലൈസർ പരീക്ഷിച്ചത്. എന്നാൽ ഇത്തരം പരിശോധനകളെ തൊഴിലാളി യൂണിയനുകൾ എതിർക്കുന്നു. എന്തിനാണ് അവർ എതിർക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല. അവർ ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഈ പാവപ്പെട്ട ഈ ഡ്രൈവർ കണ്ടക്ടർമാർ മാത്രമല്ല മേലുദ്യോഗസ്ഥന്മാരെയും ഈ അനലൈസർ ഉപയോഗിച്ച് പരിശോധിക്കണമെന്നാണ്. നല്ല കാര്യമാണ്. ഈ കള്ളും കുടിച്ച് ഓഫീസിൽ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ പരിശോധിച്ച് മെഡിക്കൽ റിപ്പോർട്ടൊക്കെ എടുത്ത് അവരെ പണി കളയിച്ച് വിടുന്നെങ്കിൽ അത് നല്ല കാര്യമായി. ഈ നാട്ടിൽ നികുതി കൊടുത്ത് KSRTC നിലനിർത്തുന്ന ജനങ്ങളോട് കാണിക്കുന്നത് ഏറ്റവും വലിയ നല്ല കാര്യമാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൽ വലിപ്പ ചെറുപ്പം നോക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇതിനെയൊക്കെ എതിർക്കുന്നത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്നത്. ബ്രത്ത് അനലൈസറിൽ മദ്യപിച്ചു എന്ന് കണ്ടെത്തിയാൽ വൈദ്യപരിശോധന നടത്തണമെന്ന സംഘടനകളുടെ ആവശ്യത്തെ മന്ത്രി സർവാത്മന സ്വാഗതം ചെയ്തു. അല്ല, മെഡിക്കൽ പരിശോധന നടത്തി പിന്നെ കോടതി പോയിട്ട് ഇറങ്ങാനൊക്കൂ. കാരണം വെച്ചാൽ മെഡിക്കൽ പരിശോധന നടത്തി മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നുള്ള കേസിലാണ് പോകുന്നതെങ്കിൽ പിന്നെ കോടതി പോയില്ല ഇറങ്ങാനൊക്കൂ. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിടുമില്ല, കോടതി പോയി ഫൈൻ അടച്ചിട്ട് പോകേണ്ടി വരും. നടത്താൻ സർക്കാരില്ലോ ഞാൻ റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓടരുത്. വെറുതെ എന്തിനാ കുത്തി വയ്ക്കുന്നത് വിചാരിച്ചു ഇതങ്ങ് തീർന്നല്ലോ. 1 മാസം കഴിഞ്ഞാൽ തിരിച്ചു കയറാം. ജോലിയിലാണ് ചെയ്തതെങ്കിൽ 3 മാസം കൊണ്ട് ചെയ്ത് ഒരു കാര്യം അറിയണം. അത് പറയുന്നത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത് ഞാൻ ചെയ്തത് KSRTC യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് മാത്രമല്ല, റോഡിൽ നടന്നു പോകുന്ന 10,000 ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് അവരെ മാത്രമല്ല, അവർ പരാതി സ്വീകരിച്ചിരിക്കുന്നു. അവരെ മാത്രമല്ല, സ്ത്രീകൾ ഒഴിച്ചുള്ള മുഴുവൻ ക്ലറിക്കൽ സ്റ്റാഫിനെ അടക്കം ഈ മെഷീൻ വരുന്നതോടുകൂടി എല്ലാ സ്ഥലത്തും രാവിലെ ഇത് മണപ്പിച്ചിട്ടേ കയറ്റാവും. KB ഗണേഷ് കുമാറുമായി സംസാരിച്ച AV ജയശങ്കർ ചേരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ജയശങ്കർ, പറയൂ. ഗുഡ് മോർണിംഗ് SK. എന്തായാലും ഈ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ ഈ ബർത്ത് അനലൈസറിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുമ്പോൾ ഇത് പരിശോധനകളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്നത്. ഇത് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. നിരത്തിൽ അപകടം മറ്റും കുറയ്ക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇക്കാര്യമായി മുമ്പോട്ട് പോകും. പരിശോധിക്കാനുള്ള പുതിയ മെഷീനുകൾ വരുന്നതോടുകൂടി KSRTCയിലെ മുഴുവൻ ക്ലറിക്കൽ ജീവനക്കാരെയും ഈ പരിശോധനയുടെ ഭാഗമാക്കും. കഴിഞ്ഞ ദിവസം BMS ഉൾപ്പെടെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇക്കാര്യത്തിലാണ് മന്ത്രിയുടെ ഒരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇക്കാര്യം പുതിയ മെഷീനുകൾ വരുന്നതോടെ മുഴുവൻ ജീവനക്കാരെയും പരിശോധനയുടെ ഭാഗമാക്കും. എല്ലാ ഡിപ്പോകളിലും പുതിയ മെഷീൻ കൊണ്ടുവരും. ഒപ്പം തന്നെ ഈ ബർത്ത് അനലൈസറിൽ പിടിക്കപ്പെട്ടാൽ മെഡിക്കൽ പരിശോധന വേണമെന്ന തൊഴിലാളി സംഘടനയുടെ ആവശ്യവും മന്ത്രി സ്വാഗതം ചെയ്യുന്നു. ഇത്തരത്തിൽ പരിശോധന നടത്താൻ സർക്കാർ തയ്യാറാണ്. പക്ഷേ ഇങ്ങനെ പരിശോധനയ്ക്ക് വരുമ്പോൾ തൊഴിലാളികൾ ഓടരുത്. ഇത്തരത്തിൽ പിടിക്കപ്പെട്ടാൽ സ്വാഭാവികമായും മെഡിക്കൽ പരിശോധന നടത്തിയാൽ കോടതിയിൽ പോയി ഫൈൻ അടിക്കേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പും എന്തായാലും മന്ത്രി നൽകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും പരിശോധന കൂടും. ഈ പരിശോധന ആരംഭിച്ചതിന് ശേഷം ഈ അപകട നിരക്കും KSRTC വാഹനങ്ങൾ ഇടിച്ചുള്ള മരണവും വലിയ തോതിൽ കുറഞ്ഞു എന്നും മന്ത്രി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ KSRTCയിലെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ കാര്യത്തിലും മന്ത്രി ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. അതായത് 2 മാസത്തിനുള്ളിൽ കൃത്യമായി മാസം ഒറ്റ ഗഡുവായി ശമ്പളം നൽകാനുള്ള പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറയുന്നു. എന്തായാലും എടുത്ത തീരുമാനങ്ങളുമായി ആരൊക്കെ പറഞ്ഞാലും മുന്നോട്ട് പോകുമെന്ന് ഉറച്ചു നിൽക്കുകയാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തത്. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അത്തരത്തിൽ എടുത്ത തീരുമാനങ്ങളുടെ റിസൾട്ട് കൃത്യമായി കാണാനുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. എന്തായാലും BMS ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഈ ബർത്ത് അനലൈസറിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അക്കാര്യങ്ങളെല്ലാം മന്ത്രി പരിഗണിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായി പരിശോധനകളുമായി മുമ്പോട്ട് പോകുമെന്നാണ് KB ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നത്. SK. ഓക്കെ, നമുക്കപ്പോൾ AV ജയശങ്കറാണ് ചേർന്ന്. നിസാമുദ്ദീൻ വണ്ടൂർ പറയുന്നു, എനിക്കും പറയാനുള്ളത് മറ്റുള്ളവർ പറഞ്ഞത് തന്നെയാണ്. CPM-നെ തകർത്ത് കേരളത്തിൽ BJP-യെ കൊണ്ടുവരാനുള്ള കഠിന പ്രയത്നത്തിനാണ് 24 എന്ന് കുറച്ചായിട്ട് പ്രേക്ഷകർ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നന്നായില്ലെങ്കിൽ നമ്മളെ നാട്ടുകാർ ചീത്ത വിളിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിൽ നടക്കുന്ന ഭരണ സംവിധാനത്തിലെ പരിമിതികൾ 24 പുറത്തു പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും BJP-യും 24 ആക്രമിക്കാറുണ്ട്. എന്തായാലും താങ്കൾ പറയുന്ന ഒരു രാഷ്ട്രീയ ദൗത്യം 24 ഏറ്റെടുത്തിട്ടില്ല, ഏറ്റെടുക്കാനുള്ള ഉദ്ദേശവും ഇല്ല. ഈ കക്ഷി രാഷ്ട്രീയക്കാർ ജനാധിപത്യ സംവിധാനത്തിൻ്റെ മാതൃക അനുസരിച്ച് പ്രവർത്തിക്കട്ടെ. ആരാണ് ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അവർ അധികാരത്തിൽ വരട്ടെ. അതിൽ CPM എന്നോ BJP എന്നോ പക്ഷപാതം കാണിക്കേണ്ട ഒരാവശ്യവും 24-നില്ല. 24 ജനങ്ങൾക്കൊപ്പമാണ്.